So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മിഡ് പോയിൻറ്റ് സർക്കിൾ അൽഗോരിതം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രസൻറ്റ് ഹാൻഡ്സ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം കണ്ടു. സോ എന്താണ് മിഡ് പോയിൻറ്റ് സർക്കിൾ അൽഗോരിതം നമുക്ക് നോക്കാം. വി ഹാവ് ടു ഡ്രോ എ സർക്കിൾ വിത്ത് റേഡിയസ് ആർ ആൻഡ് സ്ക്രീൻ സെൻറ്റർ പൊസിഷൻ XY Z. ഇവിടെ നമുക്ക് എന്താ വേണം, നമുക്കൊരു സർക്കിൾ വരയ്ക്കണം. ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ആറാണ്. ആ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് XY Z മീൻസ് ആ കോർഡിനേറ്റ്, നമ്മൾ സ്ക്രീൻ കോർഡിനേറ്റിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻറ്റ്. ഓക്കെ, XY Z എന്നൊരു പോയിൻ്റ് എടുത്തു. ആ പോയിൻറ്റിന് സെൻറ്ററായിട്ട് ആ റേഡിയസിലുള്ള സർക്കിൾ നമുക്ക് വരക്കണം. സോ ഈ ഒരു സർക്കിൾ വരക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഹിയർ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റ് ഒരു സർക്കിൾ വരക്കും. ആ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് കോർഡിനേറ്റിൻ്റെ ഒറിജിൻ ആയിരിക്കും. അതായത് 0 കോർഡിനേറ്റിനോട് 0 സെൻറ്ററായിട്ട് ആ റേഡിയസിലൊരു സർക്കിൾ വരക്കും. ദെൻ ആ സർക്കിളിൻ്റെ നമ്മൾ ഈ വരച്ച സർക്കിളിൻ്റെ പിക്സൽസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. സോ ദെൻ ഈ ഒരു പിക്സൽ വെച്ചിട്ടാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആക്ച്വലി ഡ്രോ ചെയ്യേണ്ട, അതായത് XY Z വെച്ചിട്ട് ഡ്രോ ചെയ്യേണ്ട സർക്കിളിൻ്റെ പിക്സൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാ പറഞ്ഞത്. ഫോർ ദാറ്റ് വി കാൽക്കുലേറ്റ് പിക്സൽ പൊസിഷൻ അറൗണ്ട് എ സർക്കിൾ പാത്ത് സെൻറ്റേർഡ് അറ്റ് കോർഡിനേറ്റ് ഒറിജിൻ 0 അതായത് ഇതിപ്പോൾ ഒരു കോർഡിനേറ്റ് ആണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ശരിക്കും ഡ്രോ ചെയ്യേണ്ട ഒരു സെൻറ്ററുള്ള, അതായത് XY Z എന്ന് പറഞ്ഞ സെൻറ്ററുള്ള ഒരു സർക്കിൾ. ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 സോ ഈ ഒരു സർക്കിൾ നമുക്ക് ഡ്രോ ചെയ്യേണ്ടത്. സോ ഈ ഒരു സർക്കിളിലെ പിക്സൽ പൊസിഷൻസാണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു സർക്കിളിൻ്റെ പിക്സൽ പൊസിഷൻ കാണാൻ വേണ്ടി പറ്റില്ല. സോ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കോർഡിനേറ്റ്, അതായത് കോർഡിനേറ്റിൻ്റെ ഒറിജിൻ സെൻറ്റർ ആയിട്ടില്ല, അതായത് ഇതാണ് ഒറിജിൻ, കോർഡിനേറ്റിൻ്റെ ഒറിജിൻ, കോർഡിനേറ്റിൻ്റെ ഒറിജിൻ സെൻറ്ററായിട്ട് വരുന്ന ആ റേഡിയസുള്ളൊരു സർക്കിൾ നമ്മൾ വരക്കും. ഓക്കെ, ദെൻ ആ സർക്കിളിൻ്റെ പിക്സൽ പൊസിഷൻസ് നമ്മൾ കണ്ടുപിടിക്കും. സോ എന്നിട്ട് ഈ പിക്സൽ പൊസിഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ നമുക്ക് കണ്ടുപിടിക്കേണ്ട, അതായത് ആക്ച്വൽ ഡ്രോ ചെയ്യേണ്ട സർക്കിളിൻ്റെ പിക്സൽ പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, then each calculating positions x, y is moved to its proper screen position by adding xz to x and yz to y. അതായത് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് XY Z സെൻറ്ററായിട്ട് വരുന്നൊരു സർക്കിളിൻ്റെ പിക്സൽ പൊസിഷനാണ് കാണുന്നത്. സോ നമ്മളിപ്പം കണ്ടത് എന്താണ്, അതായത് കോർഡിനേറ്റിൻ്റെ ഒറിജിൻ, അതായത് 0 സെൻറ്ററായിട്ട് വരുന്നൊരു സർക്കിളിൻ്റെ പിക്സൽ പൊസിഷൻസാണ് നമ്മൾ കണ്ടത്. ഓക്കെ, സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിൻ്റെ പിക്സൽ പൊസിഷൻ നമ്മൾ കണ്ടത്. സോ അങ്ങനെ ആ ഒരു സർക്കിളിൻ്റെ എല്ലാ പിക്സൽ പൊസിഷനും കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇതിനെ എവിടത്തേക്ക് ചേഞ്ച് ചെയ്യണം, അതായത് സെൻറ്റർ XY Z വരുന്ന സർക്കിളിൻ്റെ പിക്സൽ പൊസിഷനായിട്ട് ചേഞ്ച് ചെയ്യും. അതെങ്ങനെ ചേഞ്ച് ചെയ്യാം, നമുക്ക് കിട്ടിയ ഓരോ X കോർഡിനേറ്റോടും നമ്മൾ എന്ത് ചെയ്യും, XZ ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഓരോ Y കോർഡിനേറ്റോടും നമ്മൾ എന്ത് ചെയ്യും, YZ ആഡ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് വരക്കേണ്ട ആക്ച്വൽ സർക്കിളിൻ്റെ പിക്സൽ പൊസിഷൻസ് നമുക്ക് കിട്ടും. ഓക്കെ, ബൈ കൺസിഡറിങ് ദ symmetry of a circle we can generate all pixel positions around a circle by calculating only the points within the sector from x equal to 0 to x equal to y. അതായത് സർക്കിളിൻ്റെ ഒരു പ്രോപ്പർട്ടി, സിമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി സർക്കിൾ. സോ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട്, അതായത് നമുക്ക് സർക്കിളിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അങ്ങനെയാണെങ്കിൽ ആ 8 സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ ആകെ ഒരു സെക്ടറിൻ്റെ, അത് ഒരു സെക്ടറിൻ്റെ മാത്രം നമ്മൾ എന്ത് ചെയ്യും, പിക്സൽ പൊസിഷൻ കാണാൻ പറ്റുള്ളൂ. സോ ഈ ഒരു സെക്ടറിൻ്റെ പിക്സൽ പൊസിഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള റിമൈനിങ് 7 സെക്ടേഴ്സിന് പിക്സൽ പൊസിഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അങ്ങനെ മീൻസ് ആ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ എന്താണ്, സിമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ആ സർക്കിളിൻ്റെ സിമെട്രിക് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമ്മൾ ബാക്കി 7 സെക്ടേഴ്സിന് പിക്സൽ പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതാണ് തന്നിട്ട്, അതായത് ഒരു സർക്കിൾ, ആ സർക്കിൾ നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ എന്താ കാണുക, XY എന്നുള്ള, അതായത് XY എന്നുള്ള ആ ഒരു സെക്ടറിൻ്റെ പിക്സൽ പൊസിഷൻസ് മാത്രമേ നമ്മൾ കാണുള്ളൂ. സോ ഈ ഒരു XY എന്നുള്ള സെക്ടറിൻ്റെ പിക്സൽ പൊസിഷൻ നമ്മൾ കണ്ടാൽ നമുക്കറിയാം ബാക്കിയുള്ള എല്ലാവരും പിക്സൽ പൊസിഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം ഈ ഒരു സെക്ടർ, അതായത് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു സെക്ടറിൻ്റെ പിക്സൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ XY ആണെങ്കിൽ, യെസ്, ഈ ഒരു സെക്ടറിൻ്റെ പിക്സൽ പൊസിഷൻ എത്രയായിരിക്കും, y, x ആയിരിക്കും. ഈ ഒരു സെക്ടറിൻ്റെയോ -y, x ആയിരിക്കും. ഈ ഒരു സെക്ടറിൻ്റെയോ -x, y ആയിരിക്കും. ഈ ഒരു സെക്ടറിൻ്റെയോ -y, x,
കോമ മൈനസ് വൈ ആയിരിക്കും. ഈ ഒരു സെക്ടറിൻ്റെ മൈനസ് വൈ കോമ മൈനസ് എക്സ് ആയിരിക്കും. ഈ ഒരു സെക്ടറിൻ്റെ വൈ കോമ മൈനസ് എക്സ് ആയിരിക്കും. സോ ഇതാണ് സർക്കിളിൻ്റെ സിമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, then to apply the midpoint method we define a circle function. Yes, നമുക്ക് midpoint method apply ചെയ്യാൻ വേണ്ടി നമ്മളൊരു circle function define ചെയ്തിട്ടുണ്ട്. എന്താ circle function? f of xy is equal to x square plus y square minus r square എന്ന് എഴുതാം. The relative position of any point xy can be determined by checking the sign of the circle function. ഇപ്പം നമുക്ക് ഒരു പോയിന്റ് xy കിട്ടി. സോ ആ എക്സ് വൈ എന്നുള്ള സർക്കിളിൻ്റെ പൊസിഷൻ, അതായത് നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന സർക്കിളിൻ്റെ ഒരു സർക്കിൾ നമ്മൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിൻ്റെ കൺസ്ട്രേറ്റ് ഈ ഒരു എക്സ് വൈ എന്നുള്ള പൊസിഷൻ, ഈ ഒരു എക്സ് വൈ എന്നുള്ള പോയിൻറ്റ് ഏത് പൊസിഷനിലാണ് വരുന്നത്, എവിടെയാണ് ഈ സർക്കിൾ റിലേറ്റഡ് അതിൻ്റെ ആ പോയിൻറ്റ് എവിടെയാണ് വരുന്നത് നമുക്ക് പറയാൻ വേണ്ടി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇഫ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു പോയിൻ്റ്, അതായത് നമ്മളൊരു കോർഡിനേറ്റ് കൊടുത്തു, എക്സ് വൈ എന്നുള്ളൊരു കോർഡിനേറ്റ് കൊടുത്തു. സോ നമ്മളൊരു സർക്കിൾ ഉണ്ട്, ആ മീൻസ് ആ ഒരു കോർഡിനേറ്റ് ഒരു സർക്കിൾ ഉണ്ട്. സോ ആ കോർഡിനേറ്റ് ഏതെങ്കിലും ഒരു പോയിന്റ് എക്സ് വൈ നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ ഈ എക്സ് വൈ എന്നുള്ള പോയിന്റ് എവിടെയാണ് ഈ സർക്കിൾ റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എന്ത് ചെയ്യും, ഈ എക്സ് വൈ എന്നുള്ള പോയിന്റ് നമ്മൾ എവിടത്തേക്ക് കൊടുക്കും, സർക്കിൾ ഫംഗ്ഷനിലേക്ക് കൊടുക്കും. എന്നിട്ട് സർക്കിൾ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യും. സർക്കിൾ ഫംഗ്ഷൻ എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ആർ എന്നാണ് റേഡിയസ് ആയിരിക്കും നമ്മൾ സർക്കിൾ. സോ ഇൻ കേസ് നമ്മൾ ആ സർക്കിൾ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ ദെൻ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന പോയിന്റ് എക്സ് വൈ എന്ന് പറയുന്നത് ഇൻസൈഡ് ദ സർക്കിൾ ബൗണ്ടറിയിലായിരിക്കും. അതായത് ഈ പോയിന്റ് എക്സ് വൈ സർക്കിൾ ബൗണ്ടറിയുടെ ഇൻസൈഡാണ്. ഇൻ കേസ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ പോയിന്റ് സർക്കിൾ ബൗണ്ടറിയിലാണ് ഉണ്ടാവുക. ഇൻ കേസ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഈ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ ബൗണ്ടറി ആയിരിക്കും. ഓക്കെ, ദ സർക്കിൾ ഫംഗ്ഷൻ ടെസ്റ്റ് ആർ പെർഫോംഡ് for the mid positions between pixels near the circle path at each sampling step. Okay, mid positions വെച്ചിട്ട് നമ്മൾ ഓരോ സാമ്പിളിംഗ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ സർക്കിൾ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. Thus the circle function is the decision parameter in the midpoint algorithm. midpoint algorithm സർക്കിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് എന്ത്, ഡിസിഷൻ പാരാമീറ്റർ ആയിട്ട് എടുക്കുന്നത്. നമ്മൾ ബ്രസൽ ഹാംസിലും കണ്ടു അല്ലേ, ഡിസിഷൻ പാരാമീറ്ററാണ് തീരുമാനിക്കുന്നത് ഏത് പിക്സലാണ് വരിക എന്നുള്ളത് അല്ലേ. സോ ഇവിടെയും നമ്മൾ എന്നാൽ ഡിസിഷൻ പാരാമീറ്റർ എടുക്കുന്നുണ്ട്. ഇവിടെ ഡിസിഷൻ പാരാമീറ്റർ ആയിട്ട് വരുന്നത് സർക്കിൾ ഫംഗ്ഷൻ നമ്മുടെ ഡിസിഷൻ പാരാമീറ്റർ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ ഒരു സെക്ടർ തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, എസ്യൂമിങ്, സോ നമുക്ക് ഏതെങ്കിലും ഒരു സെക്ടറിൻ്റെ പിക്സൽ പൊസിഷൻ കണ്ടുപിടിച്ചാൽ മതി. ബാക്കി സെക്ടേഴ്സിൻ്റെ നമുക്ക് എന്ത് വെച്ചിട്ട് കാണാം, അതായത് സർക്കിളിൻ്റെ സിമെട്രിക് പ്രോപ്പർട്ടീസിൽ ബാക്കി സെക്ടേഴ്സിന് നമുക്ക് കാണാൻ പറ്റും. സോ അങ്ങനെ നമുക്കൊരു ഫുൾ സർക്കിളിൻ്റെ ഫുൾ പിക്സൽ പൊസിഷൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നോക്കാം, എസ്യൂമിങ് വി ഹാവ് ജസ്റ്റ് പ്ലോട്ടഡ് ദ പിക്സൽ അറ്റ് എക്സ് കെ വൈ കെ. എസ് നമ്മളിപ്പോൾ എന്ത് ചെയ്യും, ഒരു പിക്സൽ നമ്മൾ എക്സ് കെ വൈ കെയിൽ പ്ലോട്ട് ചെയ്ത്, അതായത് എക്സ് നമ്മൾ നേരത്തെ ഓൾറെഡി ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. സോ ബ്രസൽ ഹാംസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ എക്സ് എപ്പോഴെന്നാ 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുക ചെയ്യുന്നത്. സോ എക്സ് കെയിൽ നമുക്ക് ഏതാണ് പിക്സൽ പൊസിഷൻ, എക്സ് കെ വൈ കെ ഫസ്റ്റ് പിക്സൽ പൊസിഷൻ എന്നായിരുന്നു നമ്മൾ എക്സ് കെ വൈ കെ ആയിട്ട് എടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്, എക്സ് കെ പ്ലസ് 1 ഏതാണ് പിക്സൽ പൊസിഷൻ നമുക്ക് അറിയേണ്ടത്. ആ എക്സ് കെ പ്ലസ് 1 ഒന്നിക്കൽ പിക്സൽ പൊസിഷൻ ഏതായിരിക്കും, വൈ കെ ആയിരിക്കും, അല്ലെങ്കിൽ വൈ കെ മൈനസ് 1 ആയിരിക്കും. യെസ്, we next need to determine whether the pixel position xk plus 1 yk or 1 at xk plus 1 yk minus 1 is closer to a circle. ഈ സർക്കിളിനോട് ഏതാണ് ക്ലോസർ എന്ന് നമുക്ക് നോക്കേണ്ടത്. ഒന്നിക്കൽ സർക്കിളിനോട്, അതായത് സർക്കിളിനോട് നമുക്ക് ഈ എക്സ് കെ ആണോ ക്ലോസർ, ഈ ഒരു സർക്കിളിനോട് എക്സ് കെ ആണോ ക്ലോസർ, അല്ലെങ്കിൽ എക്സ് കെ മൈനസ് 1 ആണോ ക്ലോസർ എന്ന് നോക്കും. സോ ഏതാണ് ക്ലോസർ, ആ ക്ലോസർ ആയതായിരിക്കും എന്തെന്ന് നമ്മളെ നെക്സ്റ്റ് പിക്സൽ പൊസിഷൻ എക്സ് കെ പ്ലസ് 1 കോളം എക്സ് കെ പ്ലസ് 1 പിക്സൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഇവിടെ ഡിസിഷൻ പാരാമീറ്റർ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ ഡിസ്കസ് ആ സർക്കിൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസിക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആണ് നമ്മുടെ ഡിസിഷൻ പാരാമീറ്റർ. സോ ഈ ഡിസിഷൻ പാരാമീറ്റർ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക, നമ്മളിവിടെ പറഞ്ഞു ഒന്നിക്കൽ നമ്മളെ മീൻസ് ഏത് പൊസിഷനാണ് ക്ലോസർ എന്ന് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. സോ എക്സ് കെ പ്ലസ് 1 ക്ലോസർ ആയിട്ടുള്ളത് മീൻസ് എക്സ് കെ പ്ലസ് 1 എന്നുള്ള കോളം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ കോർഡിനേറ്റ് നമുക്ക് കാണും.
സോ അത് ഒന്നിക്കലും YK ആവാം അല്ലെങ്കിൽ YK -1 ആവാം. സോ ഇൻ കേസ് YK ആണെങ്കിൽ എന്തായിരിക്കും ആ കോർഡിനേറ്റ് വരും XK + 1 YK വരും. അല്ലെങ്കിൽ YK -1 ആണ് നമ്മൾ പിക്സൽ എന്ത് വരും XK + 1, YK -1 ആയിരിക്കും നമ്മൾ പിക്സൽ വരും. സോ നമ്മൾ എന്ത് ചെയ്യും ഇനി ഇതിൻ്റെ ഡിസിഷൻ പാരാമീറ്റർ കാണും. ഡിസിഷൻ പാരാമീറ്റർ എങ്ങനെ കാണുക ഇതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാം ഈ രണ്ട് പിക്സൽസ് അതായത് നമ്മൾ പറഞ്ഞു ഒന്നിക്കൽ ഇതാവാം അല്ലെങ്കിൽ ഇതാവാം അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യും ഈ രണ്ട് പിക്സലിൻ്റെ മിഡ് പോയിൻ്റ് നമ്മൾ കണ്ടുപിടിക്കും. സോ അത് നമുക്ക് എന്ത് ചെയ്യും കറസ്പോണ്ടിങ് XY കിട്ടും അല്ലേ. മിഡ് പോയിൻ്റ് ആ പോയിൻറ്റ്സ് ആയിരിക്കും നമ്മൾ എവിടത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമ്മളെ സർക്കിൾ ഫംഗ്ഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം മിഡ് പോയിൻ്റ് ആണ്. സോ മിഡ് പോയിൻ്റ് എങ്ങനെ കാണുവാം X1 ഇപ്പം X1, Y1 എന്ന് പറഞ്ഞ ഒരു പോയിൻറ്റും X2, Y2 എന്ന് പറഞ്ഞ സെക്കൻഡ് പോയിൻറ്റും ആണെങ്കിൽ നമ്മൾ മിഡ് പോയിൻ്റ് ആണ് X1 + X2 / 2, Y1 + Y2 / 2 എന്നല്ലേ. സോ അങ്ങനെ ഇവിടെ എന്ത് വരും ഇവിടെ ഇത് രണ്ടുമാണ് നമ്മളെ കോർഡിനേറ്റ്സ്. സോ ഇനി അതിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. മിഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ XK + 1 + XK + 1 / 2 വരും. അപ്പം എന്ത് വരും 2XK + 2 / 2 വരും. സോ ഈ രണ്ട് 2 കൂടെ ക്യാൻസലായി നമുക്ക് എന്ത് വരും ലാസ്റ്റ് XK + 1 അതാണ് ഒരു കോർഡിനേറ്റ്. ഓക്കെ. സോ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് YK -1 YK അല്ല. സോ നമുക്ക് YK + YK -1 / 2 വരും. സോ അതെന്ത് വരും 2YK -1 / 2 എന്ന് വരും. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം YK -1 / 2 എന്ന് പറഞ്ഞിട്ട് ഇതാ. സോ അങ്ങനെ നമുക്ക് രണ്ട് പോയിൻറ്റ്സ് ഇട്ട് XK + 1 പിന്നെ എന്താണ് YK -1 / 2 എന്നുള്ള രണ്ട് പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയത്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യും എങ്ങനെയാണ് ഡിസിഷൻ പാരാമീറ്റർ ആണ്. ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് PK = നമ്മളെ സർക്കിൾ ഫംഗ്ഷൻ F സർക്കിൾ ഓഫ് X ഉം Y നമ്മൾ കണ്ടുപിടിച്ചു. അതായത് നമ്മൾ ഈ നേരത്തെ എടുത്തില്ലേ XK + 1 YK എന്നുള്ള പിക്സലും അതായത് XK + 1, YK -1 ഉള്ള പിക്സലിന് മിഡ് പോയിൻ്റ് അടിച്ചു. സോ നമുക്ക് കറസ്പോണ്ടിങ് XK + 1 YK -1 / 2 എന്നും കിട്ടി. ഓക്കെ. സോ നമുക്ക് ഡിസിഷൻ പാരാമീറ്റർ കിട്ടി. ഇതാ ഡിസിഷൻ പാരാമീറ്റർ PK = F സർക്കിൾ ഓഫ് XK + 1, YK -1 / 2 എന്നുള്ളത്. ഓക്കെ. സോ ഇനി ഇഫ് PK < 0 ആണെങ്കിൽ this midpoint is inside the circle and the pixel on scan line YK is closer to the circle boundary. Yes. അതായത് PK എന്ന് പറയുന്നത് അതായത് നമ്മൾ നേരത്തെ ഡിസിഷൻ പാരാമീറ്റർ കണ്ട ഫോമുല നമ്മൾ കണ്ടു. ദെൻ ഡിസിഷൻ പാരാമീറ്റർ കണ്ടു, PKൻ്റെ വാല്യൂ നമ്മൾ കണ്ടു. ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് PKൻ്റെ വാല്യൂ നമ്മൾ കണ്ട ഡിസിഷൻ പാരാമീറ്ററിൽ നിന്ന് < 0 ആണെങ്കിൽ ഈ ഒരു മിഡ് പോയിൻറ്റ് നമ്മളിവിടെ ഒരു മിഡ് പോയിൻറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഈ മിഡ് പോയിൻറ്റ് എന്ന് പറയുന്നത് ഇൻസൈഡ് ദ സർക്കിളിൻ്റെ ഇൻസൈഡാണ്. അതുപോലെ തന്നെ YK നമ്മളെ സർക്കിൾ ബൗണ്ടറിനോട് ക്ലോസർ ആയിട്ട് വരുന്നത്. അതർവൈസ് അല്ലെങ്കിൽ ഒന്നിക്കൽ ഈ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുത്ത മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഔട്ട്സൈഡ് ദ സർക്കിളായിരിക്കും അല്ലെങ്കിൽ സർക്കിളിൻ്റെ ബൗണ്ടറിയിലായിരിക്കും അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ otherwise the midpoint is outside or on the circle boundary. സർക്കിൾ ബൗണ്ടറിനോട് അല്ലെങ്കിൽ ഈ മിഡ് പോയിൻ്റ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്ത മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒന്നിക്കൽ സർക്കിൾ ബൗണ്ടറിൻ്റെ ഔട്ട്സൈഡ് ആയിരിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യും സർക്കിൾ ബൗണ്ടറിയിലായിരിക്കും. അതായത് നമ്മൾ ഈ മിഡ് പോയിൻ്റാണ് കൺസിഡർ ചെയ്യുന്നത്. ആ മിഡ് പോയിൻ്റാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഈ ഒരു മിഡ് പോയിൻ്റാണ് നമ്മൾ എന്ത് വെച്ചിട്ട് കണ്ടുപിടിച്ചത് ഈ രണ്ട് പിക്സൽസ് അതായത് XK + 1, YK -1 XK + 1 YK വെച്ചിട്ട് നമ്മൾ ഈ ഒരു മിഡ് പോയിൻ്റാണ് കണ്ടുപിടിച്ചത്. സോ ഈ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും ഒന്നിക്കൽ PKൻ്റെ വാല്യൂ > 0 ആണെങ്കിൽ ഈ നമ്മൾ ഈ കൺസിഡർ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒന്നിക്കൽ നമ്മൾ സർക്കിൾ ബൗണ്ടറി തന്നെ ആയിരിക്കും അല്ലെങ്കിൽ സർക്കിൾ ബൗണ്ടറിൻ്റെ ഔട്ട്സൈഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിക്സൽ ചെയ്ത് വരും YK -1 ആയിരിക്കും നമ്മൾ പിക്സൽ വരിക. ഓക്കെ. ദെൻ സക്സീവ് ഡിസിഷൻ പാരാമീറ്റർ ആർ ഒബ്റ്റെയിൻഡ് യൂസിങ് ഇൻക്രിമെൻറ്റൽ
കാൽക്കുലേഷൻസ്. യെസ്, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ പി കെ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് വേണം? പി കെ പ്ലസ് 1 ആണ്. പി കെ കണ്ടുപിടിക്കണം, പി കെ പ്ലസ് 1 കണ്ടുപിടിക്കണം, പിന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ പിക്സൽ കണ്ടുപിടിക്കണം അല്ലേ? പി നോട്ടും കണ്ടുപിടിക്കണം. സോ ഈ 3 ഡിസ്റ്റൻസ് പാരാമീറ്റർ നമുക്കിനി കണ്ടുപിടിക്കണം. നോക്കാം നമുക്ക്. ഫസ്റ്റ് എന്നാ പി കെ പ്ലസ് 1. പി കെ പ്ലസ് 1 ആകുമ്പോൾ നമുക്കെന്ത് നമുക്കറിയാം ഓൾറെഡി നമുക്ക് സർക്കിൾ ഡിസ്റ്റൻസ് പാരാമീറ്റർ എന്ന് പറയുന്നത് സർക്കിൾ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് എഫ് സർക്കിൾ ഓഫ് എക്സ് കെ പ്ലസ് 1 പ്ലസ് 1 കോമ വൈ കെ പ്ലസ് 1 മൈനസ് 1/2. അങ്ങനെയാണ് നമുക്ക് പി കെ നമുക്ക് തന്നിട്ടുണ്ട്. പി കെ എന്ന് പറയുന്നത് എഫ് സർക്കിൾ ഓഫ് എക്സ് കെ പ്ലസ് 1 കോമ വൈ കെ മൈനസ് 1/2. സോ പി കെ പ്ലസ് 1 എന്ന് പറയുന്നത് ഈ എക്സ് കെൻ്റെ എടുക്കുക എക്സ് കെ പ്ലസ് 1 കൂടെ അല്ലേ? സോ എഫ് സർക്കിൾ ഓഫ് എക്സ് കെ പ്ലസ് 1 പ്ലസ് 1 കോമ വൈ കെ പ്ലസ് 1 മൈനസ് 1/2 വരും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. അതായത് സർക്കിൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? സർക്കിൾ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ അല്ല അതിൻ്റെ ഡെഫിനിഷൻ. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. സോ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? എക്സ് കെ പ്ലസ് 1 പ്ലസ് 1 വരും. സോ എക്സ് കെ പ്ലസ് 1 പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ കെ പ്ലസ് 1 മൈനസ് 1/2 ഹോൾ സ്ക്വയർ. വൈൻ്റെ സ്ഥാനത്ത് വൈ കെ പ്ലസ് 1 മൈനസ് 1/2 അത് ഹോൾ സ്ക്വയർ മൈനസ് എന്ത് വേണം? ആർ സ്ക്വയർ. അതാണ് ഫംഗ്ഷൻ ഓഫ് എഫ് ഓഫ് എക്സ് വൈൻ്റെ ഇക്വേഷൻ. ഓക്കെ, സോ ആ ഒരു ഇക്വേഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ നമുക്ക് എന്ത് ചെയ്യും? നമ്മളിനി ഓരോന്നിനെ എക്സ്പാൻഡ് ചെയ്യും. അതായത് എക്സ് കെ പ്ലസ് 1 എക്സ് കെ പ്ലസ് 1 ഇതിനെ നമ്മൾ ഹോൾ സ്ക്വയർ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. എക്സ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് കെ പ്ലസ് 1 ഇൻറ്റു 1 വരും. സോ 2 ഇൻറ്റു എക്സ് കെ പ്ലസ് 1 വരും പ്ലസ് 1 വരും പ്ലസ് നെക്സ്റ്റ് ഇത് നമ്മൾ എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു. ദാറ്റ് ഈസ് വൈ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് വൈ കെ 2 വൈ കെ പ്ലസ് 1 ഇൻറ്റു 1/2 വരും. സോ അതിനെ ക്യാൻസൽ ചെയ്തിട്ട് വൈ കെ പ്ലസ് 1 മാത്രം വരും. ദെൻ പ്ലസ് 1/4 1/2 ഹോൾ സ്ക്വയർ ഇസ് 1/4 മൈനസ് ആർ സ്ക്വയർ വരും. ഓക്കെ, സോ നമുക്ക് പി കെ പ്ലസ് 1 കിട്ടി. ദെൻ നമ്മൾ ബ്രസൽ ഹാംസിൽ കണ്ടിന്യൂ. സോ പി കെ പ്ലസ് 1 കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? പി കെ പ്ലസ് 1നോട് പി കെ മൈനസ് ചെയ്യും. സോ പി കെ പ്ലസ് 1 മൈനസ് പി കെ ചെയ്യും. സോ ഇനി പി കെ പ്ലസ് 1 മൈനസ് പി കെ ചെയ്യുമ്പോൾ എന്താവും? ഇതിന് മൈനസ് എന്ത് ചെയ്യും? പി കെൻ്റെ എന്താണ്? പി കെ ഓൾറെഡി നമ്മൾ കണ്ടു. പി കെ ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് കെ പ്ലസ് 1 നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. സോ എക്സ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ കെ മൈനസ് 1/2 ഹോൾ സ്ക്വയർ. പി കെൻ്റെ നമുക്കറിയാം പി കെൻ്റെ എഫ് സർക്കിൾ ഓഫ് എക്സ് കെ പ്ലസ് 1 കോമ വൈ കെ മൈനസ് 1 ആണ്. സോ എഫ് സർക്കിൾ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ അല്ലേ? സോ അത് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. എക്സ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ കെ മൈനസ് 1/2 ഹോൾ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ വരും. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെല്ലാം എക്സ്പാൻഡ് ചെയ്യാം. സോ നമുക്ക് എക്സ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ 2 ഇൻറ്റു എക്സ് കെ മൈനസ് 1. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? പി കെൻ്റെ നമ്മൾ എന്ത് ചെയ്യും? മൈനസിനെ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് എല്ലാം എക്സ്പാൻഡ് ചെയ്ത് വെക്കാം. പി കെൻ്റെ എന്താണ്? ഫസ്റ്റ് ഓക്കെ എക്സ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ത് ചെയ്യും? മൈനസ് ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ മൈനസ് വരും. ഓക്കെ, മൈനസ് ഇനി എന്ത് ചെയ്യും? വൈ കെ മൈനസ് 1/2 ഹോൾ സ്ക്വയറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. വൈ കെ സ്ക്വയർ മൈനസ് 2yk ഇൻറ്റു 1/2 പ്ലസ് 1/4 പ്ലസ് ആർ സ്ക്വയർ എന്ന് വരും. സോ ഇനി നമ്മൾ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാം. സോ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്കൊരു ആൻസർ കിട്ടും. സോ ഇപ്പോൾ നമുക്ക് പി കെ പ്ലസ് 1 മൈനസ് പി കെക്കും കിട്ടുക. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുക? പി കെനെ മൈനസ് പി കെ നമ്മൾ എവിടത്തേക്ക് എടുക്കും? റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുക. സോ നമുക്ക് അറ്റ് ലാസ്റ്റ് ഈ ഒരു ഇക്വേഷൻ കിട്ടും. പി കെ പ്ലസ് 1 ഈക്വൽ ടു പി കെ പ്ലസ് 2 ഇൻറ്റു എക്സ് കെ പ്ലസ് 1 പ്ലസ് വൈ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് വൈ കെ സ്ക്വയർ മൈനസ് വൈ കെ പ്ലസ് 1 മൈനസ് വൈ കെ പ്ലസ് 1 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി പി ഓഫ് കെ പ്ലസ് 1 നമുക്ക് കിട്ടി. ദെൻ where yk plus 1 is either yk or yk minus 1. യെസ്, നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ yk plus 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ. ഈ ഓരോ yk plus 1 എന്ന് പറയുന്നത് ഒന്നിക്കൽ yk ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? yk minus 1 ആയിരിക്കും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? പി കെ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0 ആണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്റ്റൻസ് പാരാമീറ്റർ ലെസ് ദാൻ 0 ആണെങ്കിൽ ആ പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. ഇൻസൈഡ് ദ സർക്കിൾ ആകുമ്പം yk plus 1 എന്നത് yk ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം?
സോ ഇവിടെ വൈ കെ പ്ലസ് വണ്ണിൻ്റെയൊക്കെ നമുക്ക് വൈ കെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തു, ഈ വൈ കെ പ്ലസ് വണ്ണിൻ്റെയൊക്കെ വൈ കെ കൊടുത്താൽ വൈ കെ ക്യാൻസലായി, വൈ കെ ക്യാൻസലായി. സോ നമുക്ക് ലാസ്റ്റ് എന്താ പി കെ പ്ലസ് വൺ എന്നാണ് എന്താ കിട്ടുക, പി കെ പ്ലസ് വൺ ഈക്വൽ ടു പി കെ പ്ലസ് 2 ഇൻറ്റു എക്സ് കെ പ്ലസ് വൺ പ്ലസ് വൺ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും, വൈ കെ മൈനസ് വൺ ആയിരിക്കും നമുക്ക് എന്ത് ഉണ്ടാവുക, വൈ കോർഡിനേറ്റ് ആയിട്ട് വരിക. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ പി കെ പ്ലസ് വണ്ണിൻ്റെ എടുക്കാം, വൈ കെ പ്ലസ് വണ്ണിന് വൈ കെ മൈനസ് വൺ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അതിനെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നതാണ് പി കെ പ്ലസ് 2 ഇൻറ്റു എക്സ് കെ പ്ലസ് വൺ മൈനസ് 2y കെ പ്ലസ് വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ഇനി നമ്മളെന്താണ്, നമുക്ക് അതായത് ഡിവിഷൻ പാരാമീറ്റർ പി കെ കണ്ടു, പി കെ പ്ലസ് വണ്ണ് കണ്ടു. സോ പി കെ പ്ലസ് വണ്ണ് നമ്മൾ രണ്ട് കേസിലും കണ്ടല്ലേ, ഇൻസൈഡ് ആണെങ്കിൽ എന്തായിരിക്കും, അതായത് വൈ കോർഡിനേറ്റ് വൈ കെ ആണെങ്കിൽ കറസ്പോണ്ടിങ് ഡിവിഷൻ പാരാമീറ്റർ എന്താണെന്ന് കണ്ടു. അതുപോലെ തന്നെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് വൈ കെ മൈനസ് വൺ ആണെങ്കിൽ കറസ്പോണ്ടിങ് ഡിവിഷൻ പാരാമീറ്റർ എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ the initial decision parameter is obtained by evaluating the circle function at the start position x0, y0. യെസ്, ഇത് നമുക്കെന്താ പി നോട്ട് തന്നെയാണ് അല്ലേ. സോ നമുക്ക് കറസ്പോണ്ടിങ് എന്താ പി നോട്ട് എന്ന് പറയുന്നത്, നമ്മൾ പി നോട്ട് വരുമ്പോൾ നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ എക്സ് നോട്ട് വൈ നോട്ട് ആയിരിക്കും. ഓക്കെ, അത് എനോട് ഈക്വൽ ആയിട്ടുണ്ടായിരിക്കും. അതായത് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് ഇതിപ്പം ഒരു സർക്കിളാണെങ്കിൽ, ഓക്കെ, സോ ഇത് നമ്മൾ എടുത്തു കൺസിഡർ ചെയ്തു. ഓക്കെ, സോ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് എക്സ് നോട്ട് വൈ നോട്ട് ഈക്വൽ ടു 0, ഓക്കെ, ഒറിജിൻ ആണെങ്കിൽ അതായത് നമ്മൾ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ആണെങ്കിൽ എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് നോട്ട് വൈ നോട്ട് ആയിരിക്കും. എക്സ് നോട്ട് എന്ന് പറയുന്നത് 0ന് ഈക്വലൻ്റ് ആയിരിക്കും. വൈ നോട്ട് ഏതിനോട് ഈക്വലൻ്റ് ആയിരിക്കും, ഈ ആർ, അതായത് ഇവിടെ ആയിരിക്കും, ഇതായിരിക്കും വൈ നോട്ട് അല്ലേ. സോ വൈ നോട്ട് എന്ന് പറയുന്നത് ആറിനോട് ഈക്വലൻ്റ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് ഏതിനോട് ഈക്വലൻ്റ് ആണ്, 0 ആറിനോട് ഈക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇത് നമ്മൾ പി നോട്ടാണ്. ആ എഫ് സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്, എക്സ് നോട്ട് പ്ലസ് വൺ, അതായത് എക്സ് പ്ലസ് വൺ വൈ മൈനസ് 1/2 നമ്മൾ നേരത്തെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിച്ചല്ലേ. സോ അതിന് നമ്മൾ എക്സ് നോട്ട് പ്ലസ് വൺ വൈ നോട്ട് മൈനസ് 1/2 വരും. സോ എക്സ് നോട്ട് എന്ന് പറയുന്നത് 0 ആണ്. സോ 1, 0 + 1 1 പിന്നെ വൈ നോട്ട് എന്ന് പറയുന്നത് ആറായിരിക്കും, r മൈനസ് 1/2 വരും. സോ ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ സർക്കിൾ ഫംഗ്ഷൻ ആണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ, അത് അപ്ലൈ ചെയ്യാം. സോ ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും, 5/4 മൈനസ് 6 കിട്ടും. സോ ഇഫ് ദ റേഡിയസ് ആർ ഈസ് സ്പെസിഫൈഡ് ആസ് എൻ ഇൻറ്റീജർ, യെസ്, നമ്മൾ റേഡിയസ് ആർ ഒരു ഇൻറ്റീജറായിട്ടാണ് സ്പെസിഫൈ ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ 5/4 എന്നുള്ളത് നമുക്ക് 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ 1 മൈനസ് 6 ആയിരുന്നു. സോ പി നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എടുക്കാം, റേഡിയസ് ഒരു ഇൻറ്റീജർ ആണെങ്കിൽ നമുക്ക് പി നോട്ട് എന്ന് പറഞ്ഞാൽ 1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അല്ല സോറി, 5/4 എന്ന് പറയുന്നത് നമുക്ക് എന്താ എടുക്കാം, 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ പി നോട്ട് ഈക്വൽ ടു 1 മൈനസ് 6 ആയിരിക്കും. ദെൻ മിഡ് പോയിൻറ്റ് സർക്കിൾ അൽഗോരിതത്തിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഇൻപുട്ട് റേഡിയസ് ആർ ആൻഡ് സർക്കിൾ സെൻറ്റർ, ഒരു ആർ എന്ന റേഡിയസ് ഇൻപുട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സർക്കിൾ സെൻറ്റർ എക്സ് വൈ സി അത് ഇൻപുട്ട് ചെയ്യാം. ആൻഡ് ഒബ്റ്റെയിൻ ദ ഫസ്റ്റ് പോയിന്റ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ദ ഒറിജിൻ, സെൻറ്റേർഡ് ഓൺ ദ ഒറിജിൻ ആസ് x0 y0 ഈസ് ഈക്വൽ ടു 0 r. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്, അതായത് സെൻറ്റേർഡ് ഒറിജിനായിട്ട് വെച്ചിട്ട് വെക്കുക, ഒരു സർക്കിൾ വരക്കുക. ദെൻ x0 y0 എന്ന് പറയുന്നത് 0 r ആയിരിക്കും. ഓക്കെ, എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്തിനോട് 0 ആയിരിക്കും, വൈ എന്ന് കറസ്പോണ്ടിങ് എന്നത് ആറിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, കാൽക്കുലേറ്റ് ദ ഇനീഷ്യൽ വാല്യൂ ഓഫ് ദ ഡിസ്റ്റൻസ് പാരാമീറ്റർ. യെസ്, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, യെസ്, നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യാം സെൻറ്റർ, അതായത് എക്സ് നോട്ട് വൈ നോട്ട് സെൻറ്റർ എക്സ് നോട്ട് വൈ നോട്ടുള്ള കോർഡിനേറ്റിൻ്റെ ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ളൊരു സർക്കിൾ കൺസിഡർ ചെയ്തു. ദെൻ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും, അതായത് എക്സ് 0 ആയിരിക്കും, വൈ നോട്ട് എന്ന് പറയുന്നത് ആറിനോട് ഈക്വലൻ്റ് ആയിരിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു വാല്യൂൻ്റെ കറസ്പോണ്ടിങ് ഇനീഷ്യൽ ഡിസ്റ്റൻസ് പാരാമീറ്റർ കാണാം. ഇനീഷ്യൽ ഡിസ്റ്റൻസ് പാരാമീറ്റർ കാണാനുള്ള ഫോർമുലയാണ് ഇത് 5/4 മൈനസ് ആർ എന്ന് പറയുന്നത്. ദെൻ അറ്റ് ഈച്ച് എക്സ് കെ പൊസിഷൻ, ഓരോ എക്സ് കെ പൊസിഷനും സ്റ്റാർട്ടിങ് k = 0 പെർഫോം ദ ഫോളോയിങ് ടെസ്റ്റ്. എന്താ ടെസ്റ്റ്, നമ്മൾ ഫസ്റ്റ് ഡിസ്റ്റൻസ് പാരാമീറ്റർ കണ്ടാൽ ഫസ്റ്റ് എന്ത് ചെയ്യും, ആ ഡിസ്റ്റൻസ് പാരാമീറ്റർ പി കെ എന്ന് പറഞ്ഞാൽ <0 ആണോ നോക്കും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് എന്തായിരിക്കും, നെക്സ്റ്റ് പോയിന്റ് അലോങ് ദ സർക്കിൾ സെൻറ്റേർഡ് ഓൺ 0 സെൻറ്റേർഡ് ആയിട്ടില്ല നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന സർക്കിളിൻ്റെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും,
എക്സ് കെ പ്ലസ് 1 വൈ കെ ആയിരിക്കും. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് പാരാമീറ്റർ എന്ന് പറയുന്നത് പി കെ പ്ലസ് 1 ഈക്വൽ ടു പി കെ പ്ലസ് 2 എക്സ് കെ പ്ലസ് 1 പ്ലസ് 1 ആയിരിക്കും. അതർവൈസ് അങ്ങനെയല്ലെങ്കിൽ പിക്സൽ പൊസിഷൻ എന്ന് പറയുന്നത് എക്സ് കെ പ്ലസ് 1 വൈ കെ മൈനസ് 1 ആൻഡ് ഡിസ്റ്റൻസ് പാരാമീറ്റർ എന്ന് പറയുന്നത് പി കെ പ്ലസ് 1 ഈക്വൽ ടു പി കെ പ്ലസ് 2 എക്സ് കെ പ്ലസ് 1 പ്ലസ് 1 മൈനസ് വൈ കെ പ്ലസ് 1 ആയിരിക്കും. ഓക്കെ, ദെൻ 4 ദ ഡിറ്റർമൈൻ ദ സിമെട്രി എസ്. ഇത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിൻ്റെ ഓരോ പിക്സൽസ് നമ്മൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് സെക്ടറിൻ്റെ പിക്സൽസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സിമെട്രിക് പോയിൻറ്റ്സ് ഇൻ ദ അതർ 7 ഒക്ടറ്റ് എസ്. നമ്മൾ ബാക്കി 7 നമ്മളിപ്പോൾ ഒരു സെക്ടറിൻ്റെ കണ്ടു, ബാക്കി 7 ഒക്ടറ്റിൻ്റെയും സിമെട്രിക് പോയിൻറ്റ്സ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്ത് വേണം, നമുക്ക് ആക്ച്വൽ പോയിൻറ്റിന് നമുക്ക് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല ഏതിൻ്റെ പിക്സലാണ്, അതായത് സെൻറ്റർ 0 ഒറിജിനായിട്ട് വരുന്ന സർക്കിളിൻ്റെ പിക്സൽ നമുക്കിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടത് എന്താണ്, ഒറിജിനലായിട്ട് അതായത് സെൻറ്റർ എക്സ് വൈ സി വരുന്ന സർക്കിളിൻ്റെ പിക്സലായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മൂവ് ഈച്ച് കാൽക്കുലേറ്റഡ് പിക്സൽ പൊസിഷൻ, അതായത് നമ്മൾ ഓരോ കാൽക്കുലേറ്റ് എക്സ് വൈന്ന് നമ്മൾ എങ്ങനെയാണ് മൂവ് ചെയ്യാം ഓൺ ടു ദ സർക്കുലർ പാത്ത് സെൻറ്ററോടെ എക്സ് വൈ സി. അതായത് നമ്മൾ ഈ എക്സ് വൈ എന്ന് അതായത് സെൻറ്റർ 0 0 വരുന്ന ഒരു സർക്കിളിൻ്റെ പിക്സൽ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്തത് നമ്മൾ അത് എവിടത്തേക്ക് മൂവ് ചെയ്യണം, എക്സ് വൈ സി സെൻറ്റർ വരുന്ന ആ ഒരു സർക്കിളിൻ്റെ പിക്സൽ പൊസിഷനിലേക്ക് മൂവ് ചെയ്യണം. എങ്ങനെ നമ്മൾ മൂവ് ചെയ്യും, ഓരോ എക്സിനോട് നമ്മൾ എന്ത് ചെയ്യുക, എക്സ് സി ആഡ് ചെയ്യുക, എക്സ് പ്ലസ് എക്സ് സി വൈനോടോ വൈ പ്ലസ് വൈ സി ആഡ് ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് സി ആൻഡ് വൈ ഇസ് ഈക്വൽ ടു വൈ പ്ലസ് വൈ സി. യെസ്, റിപ്പീറ്റ് ദ സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 എത്ര റിപ്പീറ്റ് ചെയ്യണം, അൻറ്റിൽ ത്രൂ 5 അൻറ്റിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. എക്സ് വൈനോട് ലെസ് ദാനോ ഈക്വൽ ആകുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മിഡ് സർക്കിൾ algorithm. Okay, thank you.